ഇതിലും വലിയ ബോംബായിരുന്നു സരിതാ ബോംബ്. ആ ബോംബ് ഇവിടെ പൊട്ടിയിട്ട് ഇവിടെ കോൺഗ്രസിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അന്നും ഒരു മനുഷ്യനെ ഇത്രത്തോളം ക്രൂരമായിട്ട് ആക്രമിച്ചിരുന്നു. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ക്രൂരമായിട്ട് ആക്രമിച്ചത് ആരായിരുന്നു? ഉമ്മൻചാണ്ടി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി ആവശ്യമില്ലാത്തവരെ പേര് നടന്നു. അത്രയും വയസ്സായിട്ടുള്ള ഉമ്മൻചാണ്ടി സരിതയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ അടിച്ചിറക്കിയത് ആരായിരുന്നു? രാഹുലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. സരിത പുറത്തുവിട്ട കത്തിൽ ഇവിടുത്തെ എത്രത്തോളം കോൺഗ്രസ്സുകാർ, അതൊക്കെ പഴയ കാര്യങ്ങളാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോലും ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ കോൺഗ്രസിലെ ചില നേതാക്കന്മാരും കൂട്ടി നിന്നിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ പണ്ടേ കണ്ടിട്ടുള്ളതാണ്. അതായത് എത്രത്തോളം കോൺഗ്രസ്സുകാരുടെ പേരുകളുണ്ടെന്ന്. ഇപ്പോൾ സരിത എസ് നായർ ചികിത്സിക്കാൻ പോലും പണമില്ലാതെ ഏതോ ആശുപത്രിയിലാണ്. എന്തുകൊണ്ടാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലനിൽക്കുന്നത്? അല്ലെങ്കിൽ ഇന്നേവർ ഒരു പെൺകുട്ടികൾക്ക് പോലും പരാതിയില്ല. ആകെ ഉണ്ടായിരുന്ന രണ്ടുപേരെന്ന് വെച്ച് കഴിഞ്ഞാൽ റിനിയാൻ ജോൺസും പിന്നെ അവന്തികയുമാണ്. ഇവർക്ക് രണ്ടുപേർക്കും പരാതിയില്ല. ഇവരുടെ രണ്ടുപേരുടെ അടുത്തും പോലീസുകാർ പോയി. ഇതെല്ലാം സെറ്റിൽമെന്റ് ആണെന്നും കൃത്യമായിട്ട് രാഷ്ട്രീയ വേട്ടയാണെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് CPM കൃത്യമായിട്ട് ഫ്രെയിം ചെയ്തുണ്ടാക്കിയ ഒരു സാധനമാണ് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് തർക്കങ്ങൾക്കല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? രാഹുലിന് തോന്നുന്നില്ലേ? അല്ല, ഗ്രൂപ്പ് തർക്കങ്ങൾക്കാണെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഷാഫി, രാഹുൽ, അതേപോലെ തന്നെ PK ഫിറോസ്, ഇവരെ ഒരു കോർ ടീമിനെ വെട്ടുന്നതിന് വേണ്ടി വേറൊരു ഗ്രൂപ്പ് ഇതിനെ ഉപയോഗിച്ചെന്ന് രാഹുൽ ഇതുവരെ തോന്നിയിട്ടേ ഇല്ലേ? ഉപയോഗിച്ചതാണ്. അത് കാലാകാലങ്ങളിൽ കോൺഗ്രസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പോലും ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ കോൺഗ്രസിലെ ചില നേതാക്കന്മാരും കൂട്ടി നിന്നിരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ പണ്ടേ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ കോൺഗ്രസിൽ ഇത് പുതുമയൊന്നുമല്ല. അപ്പൊ അവിടെ നമ്മൾ രാഹുൽ അവിടെ തന്നെ പറഞ്ഞു, കോൺഗ്രസിൽ ഇത് പുതുമയല്ല. എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ എത്രയോ എൽദോസ് കുന്നപ്പള്ളി, വിൻസെന്റ്, അതേപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പുറത്തേക്കൊന്ന് നോക്കണം. മുകേഷ്, കടകംപള്ളി, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഗർഭത്തിന്റെ കഥയൊന്നും പറയണ്ടല്ലോ. ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിക്ക് ഗർഭമുണ്ടായിട്ട് ആ ഗർഭം നിലവിലില്ല, അങ്ങനെ ഒരു സാധനമേ ഇല്ല. കൊച്ചു പ്രസവിച്ചു കഴിഞ്ഞപ്പോഴും പറയാ അങ്ങനെ കുഞ്ഞ് ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു പാർട്ടി CPM ആണ്. അല്ല, ഞാൻ വേറൊരു കാര്യത്തിലേക്ക് വരാം. ആത്യന്തികമായി ഇതിനകത്ത് മൊറാലിറ്റിയെ പറ്റി പറയുമ്പോൾ എന്താണ് വിഷയം? മൊറാലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ആളുകളെ പറ്റി പറയണ്ടേ? മൊറാലിറ്റിയെ പറ്റി അല്ല, മുകേഷ് എം എൽ എ എടുക്കാം. ഇത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടായി. ഹേമ കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഒരു നടനാണ് മുകേഷ് എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിനെ പാർലമെന്റിലേക്ക് വരെ പരിഗണിച്ചില്ലേ? അപ്പം CPMന്റെ മൊറാലിറ്റി എന്താണ്? മൊറാലിറ്റി വ്യാജ ആരോപണം തെളിഞ്ഞില്ലേ? വ്യാജ ആരോപണം അന്നത്തെ നടി അവരുടെ ഉദ്ദേശശുദ്ധി അത് കഴിഞ്ഞപ്പോഴത്തേന് ചോദ്യം ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു കാര്യം, രാഹുൽ പറഞ്ഞ പോലെ CPMലെ പല ആൾക്കാരും MLA-മാരും ഉൾപ്പെടെ പ്രണയം നടിച്ച് പ്രണയിനി എടുത്ത് അവർക്കല്ലെങ്കിൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ശേഷം ഗർഭം ഉണ്ടായതിനു ശേഷം ഗർഭം അലസിപ്പിക്കാൻ നടന്നിട്ടില്ല. അത് ക്രൂരതയല്ലേ? അത് മൊറാലിറ്റി ചോദ്യം ചെയ്യുന്നതല്ലേ? ഇതെന്താണ് സംഭാഷണം പുറത്തു വന്നിരിക്കുകയാണ് രാഹുലെ? സംഭാഷണം പുറത്തു വന്ന ആളെവിടെ? ഈ റിപ്പോർട്ടർ ചാനലും മറ്റു കൂട്ടരും കൂടെ ചേർന്നിരുന്ന് ഈ സാധനം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലോ എങ്ങനെയാണ്? അല്ല, അവര് തന്നെ കൃത്യമായി പറഞ്ഞു, ആ ഇരയുടെ കൂടെ നിന്നുകൊണ്ട് ഇരയോടുള്ള ബഹുമാനം. ശരി, അല്ല, ഇനിയുമുണ്ട് ഓഡിയോകൾ. അവരുടെ സമ്മതമുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടാനിരിക്കുകയാണെന്ന്. ശരി, ആ സംഭാഷണം കേട്ടാൽ തന്നെ അവരുടെ ഇന്റിമസി നമുക്ക് മനസ്സിലാവുമല്ലോ. ഒരു കാമുകിയും ഉള്ള ഒരാളെയാണല്ലോ നിമിഷ നേരം കൊണ്ട് എനിക്ക് തന്നെ വേണമെങ്കിൽ കൊന്നു കളയാമെന്ന് പറയുന്നത്. കോൺഗ്രസ്സുകാർ പ്രണയിക്കുമ്പോൾ ഇങ്ങനെയാണല്ലേ? അവിടെ ആ പെൺകുട്ടി പറയുന്ന ഡയലോഗിനെ എതിർത്ത് പറയുന്ന ഒരു കാര്യമാണ്. ഇതുവരെ കൊന്നിട്ടൊന്നുമില്ലല്ലോ, അദ്ദേഹം പീഡിപ്പിച്ചിട്ട് പോലുമില്ല. അപ്പൊ പീഡന പരാതി വരണമെങ്കിൽ ആ പെൺകുട്ടി സ്വയം പറയണം, ഇയാൾ എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത് പീഡനമാണ് എന്ന് പറയണം. ഒരു പെൺകുട്ടി അത് പറയാത്ത സാഹചര്യത്തിൽ രണ്ടുപേരും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ട് അവിടെ ഒരാൾ മാത്രം കുറ്റക്കാരനായിട്ട് മാറുകയും അയാളെ മാത്രം സമൂഹം കുറ്റം പറയുകയും ചെയ്യുന്ന രീതി ശരിയായിട്ടുള്ള നിലപാടല്ല. ഒരു പെൺകുട്ടി മാത്രമോ? വാർത്തകൾ ഒരാൾക്ക് മാത്രമുള്ള കാര്യമല്ല. കേരളത്തിലെ ഭൂരിഭാഗം പുരുഷന്മാരുടെയും കേസുകൾ എടുത്തു നോക്കൂ. എന്തെങ്കിലും ഫിനാൻഷ്യൽ തട്ടിപ്പ് വരികയാണെങ്കിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പെൺകുട്ടി കേസ് കൊടുക്കുകയാണ്. പിന്നീട് ആ ചെറുപ്പക്കാരന്റെ ഭാവി എന്താണ്? എത്ര പേരുടെ ജീവിതം അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. രാഹുൽ ഇപ്പോൾ സംസാരിക്കുന്ന ഒരു മെയിൽ ഷോവനിസ്റ്റിനെ പോലെയാണ്. മെയിൽ ഷോവനിസം അല്ല, നമ്മുടെ സമൂഹത്തിൽ പുരുഷന്മാർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള വരുന്ന കേസുകൾ നമ്മൾ അതിന്റെ ജെന്യൂനിറ്റി പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയാണ്. പെൺകുട്ടിക്ക് പരാതിയില്ലാത്ത സാഹചര്യത്തിൽ, ആർക്കും പരാതിയില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ പരാതി ആർക്കാണ്? ഇത് മാധ്യമങ്ങളുടെ വാർത്ത കണ്ട് ആ വാർത്തക്കെതിരെ കേസ് കൊടുത്തതാണ്. അതിൽ 10 കേസാണ് ഇതുവരെ നിലവിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ 5 കേസ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ ഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുള്ളത്. ബാക്കി 5 രാഹുലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇത്രത്തോളം പരാതികൾ വരുമ്പോൾ പോലും പെൺകുട്ടികൾ നേരിട്ട് പരാതി നൽകാത്തത് കൊണ്ട് രാഹുലിനെ തെറ്റുകാരനായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഗർഭചിത്രം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു തെറ്റ് തന്നെയാണ്. ഇതുവരെ ഗർഭചിത്രം തെളിയിച്ചിട്ടില്ല.
ഇതുവരെ ഗർഭചിത്രം തെളിയിച്ചിട്ടില്ല, അതിനെ തെളിയിക്കട്ടെ. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കിയിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടൽ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാം ആരാണ് തെറ്റുകാരൻ എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണെങ്കിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിലെ തിരുത്താൻ വരുന്നവർ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കാൻ വരുന്നവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അവരവന്റെ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ന്യായമാണോ എന്നൊന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിച്ചുകൊണ്ട് പൊതുമധ്യത്തിലേക്ക് ഇനിയും ഇറങ്ങി വരട്ടെ, ഇനിയും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകട്ടെ.